സന്തോഷായി ഗോപിയേട്ട. ആഹാ, വരുന്ന വരവ് കണ്ട നിങ്ങൾ ശരിക്ക് കണ്ടോ? നടപ്പന്തലിലാണ്. നടപ്പന്തലിൽ റീൽസ് ചിത്രീകരണം പാടില്ല, വീഡിയോ ചിത്രീകരണം പാടില്ല എന്നൊരു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ ആണ് ഇത്തരം എന്ത് ഇത്തരം കളികൾ. അപ്പം ഹൈക്കോടതി എന്ന് പറയുന്നത് വെറുതെ അവിടെ ഇരുന്ന് ഉത്തരവിടാനുള്ള ഒരു സംഭവമല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ആരെ കാണിച്ചു കൊടുക്കണം? താത്തയുടെ ചാനലിൽ വരാത്തിടത്തോളം കാലം താത്തയെ അറിയിക്കാൻ പറ്റൂല. പക്ഷെ ഇത് ICGക്കാരെ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്താണെന്നറിയോ? 3-4 ദിവസം മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ആണ്. ഇന്ന് ICGക്കാരിട്ടു, നാളെ വേറെ ഓരോരുത്തന്മാരിട്ടു തുടങ്ങും. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഒരു പാഠം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? മക്കളെ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അറിഞ്ഞോ ഒരു ഹൈക്കോടതി ഉത്തരവ് നിലവിലുള്ള കാര്യം? അറിഞ്ഞില്ലെങ്കിൽ അറിയണം. അതും ഇവർ മുഖാന്തരമാണ് മറ്റുള്ളവർക്ക് ഈ ഒരു ഉത്തരവ് മേടിച്ചു കൊടുത്തത്. അതിൻ്റെ സന്തോഷം എന്തായാലും മുസ്ലിങ്ങൾ കാണിച്ചില്ലെങ്കിലും ഹിന്ദുക്കൾ കാണിക്കാണ്ടിരിക്കില്ല. കാരണം ഒരൊറ്റ ഹിന്ദുവിന് പോലും ഇപ്പോൾ ഒരു ധൈര്യമായിട്ട് ഗുരുവായൂരമ്പല നടയിൽ നിന്ന് ഒരു റീൽസ് എടുത്ത് ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ചിത്രീകരിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള ആ ഒരു ഇത് ഇല്ലാണ്ടാക്കിയ സ്ത്രീയെ വെച്ചിട്ടാണ് ഈ 3-4 ദിവസം മുമ്പ് അമ്പലനടയിൽ ICGക്കാർ ഈ കളി കളിക്കുന്നത്. അപ്പം ICGക്കാർക്ക് അറിയാനിട്ടാണോ എന്താണോ എന്നറിയില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നാണല്ലോ. എന്തായാലും ICGക്കാർക്കെതിരെ നമ്മളൊരു പരാതിയായിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ICGക്കാർക്ക് കുറച്ച് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഒരു ഓൺലൈൻ ചാനൽ തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ച് നിയമമൊന്നും ഹൈക്കോടതി കൊടുത്തതായിട്ട് എനിക്ക് ഈ നിമിഷം വരെ അറിവില്ല. എന്തുതന്നെയായാലും ICGക്കാർ ഇത്തരം കളികൾക്ക് നിൽക്കുമ്പോൾ ആർക്കായാലും പരാതി കൊടുക്കാം. അപ്പം ഇത്തരക്കാർക്കുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് അല്ലേ? തെറ്റിനെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കി സത്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തെറ്റ് തന്നെയാണ്. അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. അത് അംഗീകരിക്കാൻ മനസ്സിലാത്തവർ, മടിയുള്ളവരാണ് ഇത്തരം പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് വേണം? അവർക്ക് നമ്മൾ കണ്ടം വടിക്ക് മുണ്ടൻ തടിയായിട്ട് നിൽക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. എത്ര ഉന്നത കുലജാതനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ പേരിൽ പരാതി പോകും എന്ന് ഇവർ മനസ്സിലാക്കിക്കൊണ്ട് വളഞ്ഞ വഴികളാണ് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ളത്. അപ്പം അടുത്ത ചുറ്റിക്കളിക്ക് കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ഇവർ വരുന്നു ഗുരുവായൂരമ്പല നടയിൽ വേറൊരു ചാനലുകാരെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് റീൽസും അവരുടെ ഫോട്ടോഷൂട്ടും ഒക്കെ വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രീതിയിൽ വീണ്ടും ഓരോ കാര്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ധരിപ്പിക്കാതിരിക്കുകയോ അവർ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഹൈക്കോടതി റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചിത്രീകരണം നിരോധിച്ചിട്ടുള്ള ഈ ഗുരുവായൂർ അമ്പലനടയിൽ, അതായത് നടപ്പന്തലിൽ കയറി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് റീൽസ് ചിത്രീകരിക്കാൻ ധൈര്യമുള്ള ഈ ICG എന്ന് പറയുന്നത് ഒരു മഞ്ഞ ഓൺലൈൻ മാധ്യമമാണ്. മഞ്ഞപ്പത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മഞ്ഞ ഓൺലൈൻ ചാനൽ, അത്രയേ ഉള്ളൂ ICG. അപ്പം അത്തരം ഒരു ഓൺലൈൻ ചാനലിന് ഈ ഹൈക്കോടതി വിധി തെറ്റിച്ച് ഇങ്ങനെ റീൽസ് എടുക്കാൻ ഇനി ആരെങ്കിലും സമ്മതം കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പരാതി കൊടുക്കണം. ആർക്കെതിരെ? ഈ ICG, ഇന്ത്യൻ സിനിമ ഗാലറിക്കെതിരെ പരാതി കൊടുക്കണം. എന്നാലാണ് നമുക്കറിയുള്ളൂ ഈ ഹൈക്കോടതി വിധി ഇങ്ങനെ നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ ചാനൽ, അതും ഈ ഹൈക്കോടതി വിധി മേടിച്ചു കൊടുത്ത ഒരു സ്ത്രീയെ വച്ചിട്ടാണ് ഈ അമ്പലനടയിൽ ഈ കളി കളിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ചിരി വരുന്നത്. അപ്പോൾ ആരാണ് ഇവർക്ക് വീണ്ടും ഇത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു
സംഭവമാണ്. അധികം ദിവസമായിട്ടില്ല, ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ടും തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പം ഗുരുവായൂർ അമ്പലനടയിലെ പിടുത്തം വിടാതെ ഗുരുവായൂർ അമ്പലനടയിലെ ആ നടപ്പന്തലിനെ എങ്ങനെ തൻ്റെ വീഡിയോയിലും റീൽസിലും ഉൾക്കൊള്ളിക്കാം അല്ലെങ്കിൽ ചിത്രീകരിക്കാം എന്ന് വളഞ്ഞ കുബുദ്ധിയായിട്ട് ചിന്തിച്ച് നടക്കുന്ന ഈ സ്ത്രീ അവര് ഇതല്ലെങ്കിൽ അടുത്ത മാർഗം കണ്ടുപിടിച്ച് അടുത്ത ആശയവുമായിട്ട് വരും. എന്തുതന്നെയായാലും ഗുരുവായൂർ അമ്പലം തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിലേക്ക് അവർ ആ ചുറ്റിക്കളി കളിച്ചിട്ട് പല ചാനലിനെയും കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചിത്രീകരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ICG ഇന്ത്യൻ സിനിമ ഗാലറിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ICG ഇന്ത്യൻ സിനിമ ഗാലറിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ വെക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഹൈക്കോടതി വിധി നിലനിൽക്കെ ഒരു ചാനലുകാർക്കും അവിടെ കയറി മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഒഴികെ അവിടെ റീൽസ് ചിത്രീകരണം വീഡിയോ ചിത്രീകരണം പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കെ ഇങ്ങനെ ചെയ്യാൻ ആരാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്തത് എന്നൊരു കാര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഗുരുവായൂർക്കാരായ അല്ലെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് പുറത്തുള്ള ആരെങ്കിലും സംഘടനകളോ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു പരാതി കൊടുക്കാം. അപ്പോൾ പരാതികൾ ഒന്നിനു മേലൊന്നായി കിട്ടുമ്പോൾ എന്തായാലും നടപടികൾ എടുക്കാതിരിക്കാൻ ഗുരുവായൂർ സ്റ്റേഷന് കഴിയില്ല. കാരണം ഹൈക്കോടതി വിധി നിലവിലുണ്ട്. അപ്പം ഈ കാണിക്കുന്നത് ഹൈക്കോടതി വിധി ലംഘനമാണല്ലോ. അപ്പോൾ അതൊരു മഞ്ഞ ഓൺലൈൻ ചാനലിന് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു ആൾക്കാർക്കും കാണിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ വരും. അതും താത്തയെ വച്ചിട്ട് നടത്തുന്ന ഈ കളി എന്തിനുള്ള കളിയാണ് മക്കളെ എന്ന് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ഗുരുവായൂരമ്പലത്തിൻ്റെ പേര് കളങ്കപ്പെടാതെ അല്ലെങ്കിൽ ചീത്ത ഇതാക്കാതെ സംരക്ഷിക്കേണ്ടതിനാണ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഘോരഘോരം പറയുന്നത്. ഈ അമ്പലത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തിയേ അടങ്ങൂ എന്ന് കച്ച കെട്ടി ഇറങ്ങി തിരിച്ചവരുടെ മുന്നിൽ നമുക്ക് ഇതേ വഴിയുള്ളൂ. കണ്ടന്തടിക്ക് മുണ്ടന്തടി. ഒരാൾക്ക് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഇതുപോലത്തെ വേഷം കെട്ടലുകളൊന്നും ആവശ്യമില്ല സുഹൃത്തുക്കളെ എന്നൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണല്ലേ നമ്മുടെ ഭക്തി, നമുക്ക് അല്ലെങ്കിൽ കണ്ണനോട് വിശ്വാസമുണ്ട് എന്നൊരു കാര്യം ആരെ അറിയിക്കേണ്ടത്? കണ്ണനെ അല്ലേ അറിയിക്കേണ്ടത്. അല്ലാതെ ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് നാട്ടുകാരെ വിശ്വസിപ്പിച്ചിട്ട് എന്താണ് നേടാനുള്ളത്? എന്തായാലും വിശ്വാസം ഉണ്ടെങ്കിൽ കണ്ണനോളം അറിയാൻ പറ്റുന്ന ആരും ഇത് കാണുന്നവരില്ലല്ലോ അല്ലേ? അത് നിങ്ങൾ ചിന്തിക്കണം. വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത്തരം വേഷം കെട്ടലുകളും റീൽസ് ചിത്രീകരണവും വീഡിയോസും ഒന്നും വേണ്ട. അതിൻ്റെ ഒരു തരി നമ്മുടെ ഈ ഉള്ളിലുണ്ടെങ്കിൽ കണ്ണനോളം നമ്മുടെ മനസ്സറിയുന്ന ഒരാളും ഈ ഉലകത്തിലില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരം വേഷം കെട്ടലുകൾക്ക് എന്തായാലും മറുപടി കൊടുത്തേ പറ്റൂ. ഇപ്പം നമ്മൾക്ക് ഇവരുടെ പേരിൽ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റൂല. കാരണം ഈ വീഡിയോ വന്നിരിക്കുന്നതും ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ICGക്കാരാണ്, ഇന്ത്യൻ സിനിമ ഗാലറിക്കാരാണ്. അപ്പോൾ അവർക്കുടെ പേരിൽ എന്തായാലും പരാതി നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് നിയമം തെറ്റിക്കാനൊന്നും ആയിട്ടില്ല മക്കളെ എന്നൊരു കാര്യം കൂടി ICGക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ നിങ്ങളോടൊരു ഉപദേശം തരാം. ഇത്തരം കളികൾക്കൊന്നും കൂട്ടു നിൽക്കരുത്. ഇതൊക്കെ ഒരു വിശ്വാസത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ രണ്ട് മതങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ഒരാളുടെ കളികളായിട്ട് കണ്ടുകൊണ്ട് ഇത്തരക്കാരെ മാറ്റി നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മൾക്കൊക്കെ റീച്ചാണ് വലുത്, അല്ലെങ്കിൽ പൈസ, നമുക്കൊക്കെ റീച്ചും പണവും വലുത്, അത് ഇതിൽ നിന്ന് കിട്ടുമെന്ന് കരുതി ഇത്തരം കോമാളികളിക്കൊന്നും കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ ഒരു ചാനലിൽ ഇന്ന് വന്നു, നാളെ അത് വേറെ ചാനലുകളിലും വരും. അപ്പോൾ അതിനെ നമുക്ക് തടയിടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാനൊരു കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ICGക്കാർക്കെതിരെ.
നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അമ്പലത്തിന് മാത്രമായിട്ട് പ്രത്യേകമുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആരും ആകട്ടെ, പൊതുജനത്തിന് ആർക്കും കൊടുക്കാം. ഇത്തരത്തിലൊരു ഹൈക്കോടതി വിധി നിലനിൽക്കെ ഇത് തെറ്റിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാണിക്കുന്ന ആളുകളെ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആർക്കും കൊടുക്കാം. ICGക്കാർക്കുടെ നമ്പർ ഞാനിവിടെ വെക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളും ഒരു പരാതി അയച്ചോളൂ. ഇമെയിലായിട്ടോ പോസ്റ്റായിട്ടോ നേരിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം താത്തയുടെ ഈ കളി കുറച്ചൊക്കെ നിൽക്കും. അല്ലാണ്ട് നമുക്ക് ഇതിന് താത്തയ്ക്ക് മറുപടി വേറൊരു തരത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഈ രീതിയിൽ തന്നെയാണ് താത്തയ്ക്ക് മറുപടി കൊടുക്കേണ്ടത്. ഇങ്ങനെ തന്നെ കൊടുക്കാവൂ. താത്ത എന്ത് കുതന്ത്രം മെനഞ്ഞിട്ട് വന്നാലും എന്താ ഇതുപോലത്തെ നേരായ കാര്യങ്ങളിലൂടെ നമ്മൾ മറുപടി കൊടുക്കും. 24 മണിക്കൂറും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്ന താത്തയ്ക്ക് അറിയില്ലേ നിയമം എന്തിനുള്ളതാ? നിയമം ഇതുപോലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാ. അപ്പോൾ ഒരാളുടെ ഇന്നിന്ന ആവശ്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഇതല്ല നിയമം. അത് താത്ത മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തുതന്നെയായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഇതിനെതിരെ ഒരു പരാതി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഞാൻ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിലും ഗുരുവായൂർ ദേവസ്വത്തിനും ഓരോ പരാതി ഞാൻ കൊടുക്കുന്നുണ്ട്.